നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് മെക്സിക്കോ ആണ്. ഒരു രാജ്യത്ത് പോയാൽ അവിടുത്തെ ഭക്ഷണം മൊത്തത്തിൽ കാണാൻ പറ്റുക 5 സ്റ്റാർ ഹോട്ടലിലെ ബുഫേലാന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് ഒരിക്കലും വേണ്ട. ഇൻ്റർനാഷണൽ ഫുഡായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക എന്ന് വെച്ച് ലോക്കൽ ഫുഡ് ഇല്ല എന്നല്ല. ഇതെന്തായാലും ലോക്കൽ ഫുഡാണ്, പക്ഷെ ഇത് എന്താണെന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും നാളെയാവും. ഇത് മെക്സിക്കോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സാധനമാണ്. അതിൻ്റെ മുകളിൽ ചീസും ഒക്കെ വെച്ചിട്ടുണ്ടോ. ഈ സാധനത്തിൻ്റെ പേര് അങ്ങേര് 3 തവണ പറഞ്ഞു, പക്ഷെ ഒരു പിടിയും കിട്ടിയില്ല. സ്പാനിഷ് പഠിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു. So this is sope, corn, beans, lettuce, cream cheese, sauce, and this quesadilla with cheese and pork. So what is this called? So it's a chilaquiles. Chilaquiles. Exactly. Thank you. Different names. കില്ല മനുഷ്യൻ. അടിയിൽ നമ്മുടെ യൂഷ്വൽ ചിപ്സിലെ നാച്ചോസിലൊക്കെ കിട്ടുന്ന അതാ. പിന്നെ 2 സോസ്, അതൊരു ചില്ലിയുടെ ഒരു ടച്ച് ഉണ്ട്, പിന്നെ ചീസും ക്രീമും. ഓ അയ്യോ, ഓണിയൻ എടുക്കുന്നതിനോടൊരു മുട്ട പൊട്ടിപ്പോയി. നീ എന്താ ഒരുമാതിരി വിരോധികളോട് പെരുമാറുന്ന പോലെ. നമ്മൾ തമ്മിൽ എത്ര കൊല്ലത്തെ ബന്ധമുണ്ട്. നമ്മൾ തമ്മിൽ മാത്രം. നിന്റെ അനിയൻ കാടുമുട്ടയായിട്ടും നിന്റെ ചേട്ടൻ താറാമുട്ടയായിട്ടും എന്തൊക്കെ മുട്ടകളായിട്ട് നമ്മൾ തമ്മിൽ ബന്ധമുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ എന്നോട് പെരുമാറ. അടങ്ങടാ. അതിന്റെ സോസ് വേറെയാണ്. 200ഓളം കൊല്ലം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് മെക്സിക്കോ. സ്പെയിനാണ് മെക്സിക്കോനെ കോളനൈസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഭാഷ സ്പാനിഷാണ്. കോണാണ് പ്രധാന ഭക്ഷണം. ഇവരുടെ മെയിൻ ഡിഷസിൻ്റെയൊക്കെ അറ്റം അന്വേഷിച്ച് പോയാൽ അതിൻ്റെ ഒരറ്റത്ത് കോണുണ്ടാവും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാനിഷേ സംസാരിക്കും. ഇംഗ്ലീഷ് അവർക്കും അറിയില്ല, എനിക്ക് സ്പാനിഷും അറിയില്ല. കുറേ കൺഫ്യൂഷൻ ഉണ്ട്. നോക്കാം. എൻ്റെ ദൈവമേ. അടുത്തത് പ്ലീസ്. അടുത്തത് ഇനിയൊരു സൂപ്പും ഒരു ഡ്രിങ്കും ഉണ്ട്. ഇതാണ് ആ പെണ്ണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ മോനെ കുറേ ഭക്ഷണമുണ്ട് എന്നായിരിക്കണം ആ പെണ്ണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഹ്, കുഴപ്പമില്ല. അവരവിടെ മാറി തന്നെ നോക്കുന്നുണ്ട്. ഈ മണ്ണംകുണപ്പി എന്തായത് വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് ചിക്കനും വെജിറ്റബിൾസും ആണ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ വെജിറ്റബിൾസ് ആണ്. ഇത് സ്പൈസി ആണെന്ന് വെച്ചാൽ ആണ്, പക്ഷെ എരിവല്ല ടേസ്റ്റ്. ഈ ഒരു സുഖം മാത്രം മതി ഒരാളുടെ വയറ് ബേഷായിട്ട് നിറയാൻ. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്തിരിക്കുകയാണ്. എരിവുണ്ട്, നല്ല പുളിയുണ്ട്. കൂലിക്ക് ആളെ വിളിക്കുന്നവരുള്ളത് കഴിക്കാൻ. ചിപ്സേ അങ്ങോട്ട് വേടാ. ഒന്നും മുറിയോ? ബീഫേ മുറിയില്ല. ഞാൻ ക്യാമറ താഴെ വെച്ചിട്ട് വരാം കേട്ടോ. ഇതിന് ടഫായിട്ടുള്ള ബീഫാണ്. ആ ചിപ്സ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ലോണം സോഗിയായിട്ടുണ്ട്. ചിപ്സ് വരുമ്പോൾ ഒരു കോണിൻ്റെ പോലത്തെ ഒരു ഫ്ലേവർ വരും. ചിപ്സ് ഇല്ലാതെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മെക്സിക്കൻ ഫുഡിൽ ഇത്രയും ചീസ് യൂസ് ചെയ്യല്ലേ. ഞാൻ വിചാരിച്ചത് ദുബായിൽ വെച്ചിട്ടും അമേരിക്കയിൽ വെച്ചിട്ടും മറ്റേ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒറിജിനൽ മെക്സിക്കൻ ഫുഡിൽ നിന്ന് കുറച്ച് ചീസ് ആഡ് ചെയ്ത് ഓൾട്രേഷൻ വരുത്തി തന്നു. പക്ഷെ അല്ല,
ഈസ് എ പോലെ. ഞാൻ വിരിച്ച് തണുപ്പായിരിക്കും, ചൂടാ. ആ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. നോക്കണം, വെയിറ്റ്. ആ ഇത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷരം പോലെയാണല്ലോ, തുറക്കുന്നില്ലല്ലോ. യുധിഷ്ഠിരം പോലും ഇത്രയും മെനക്കെട്ടിട്ടുണ്ടാവില്ല ഇത് തുറന്നു കാണാൻ. കോണും മീറ്റും ഹോട്ട് സോസും ബനാന ലീഫിൽ റാപ്പ് ചെയ്തിട്ട് എന്തോ ചോദിച്ചു, ഞാൻ നോന്ന് പറഞ്ഞു പോയി. ഇനി ഒരു ബസ് എന്ന് പറയാം. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേർക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ടിപ്പിക്കൽ മെക്സിക്കൻ ഫുഡ് നമ്മൾ അമേരിക്കയിലൊക്കെ ഓർഡർ ചെയ്യുമ്പം എല്ലാം ബൈറ്റ് സൈസ് ആയിരിക്കും സാധാരണ യൂഷ്വലി. ഞാൻ ഇവിടെ അങ്ങനെയായിരിക്കും പ്രതീക്ഷിച്ചത്. ഇത് ആക്ച്വൽ മെക്സിക്കോ ആണല്ലോ, അമേരിക്ക അല്ലല്ലോ. ഈ സാധനമാണ് ഈ തമ്മലിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇതും പാലിൽ ചേർത്തിരിക്കുന്ന കോൺ തന്നെയാണ്. എന്നിട്ട് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഒരു ഫ്ലേവർ ഉണ്ടാക്കും. ഫ്രൂട്ട്സ്, കുറച്ച് ഷുഗർ, വലിയ മധുരമൊന്നുമില്ല. രാവിലെ നല്ല തണുപ്പുള്ള രാവിലെ എഴുന്നേറ്റിട്ട് പനിക്ക് കൊണ്ടൊരു മനുഷ്യനില്ല, അയാൾക്കൊരു ചൂടും കിട്ടും, ഒരു എനർജിയും കിട്ടും. പുറത്തൊന്ന് സമരം നടക്കുക, ചുവന്ന പൊടിയും കിട്ടും. ഇതൊക്കെ മാത്രമല്ല, വെള്ളയുണ്ട്. ഇനി എത്തിക്കാനാണ്